കണ്ണൂർ കായലോട് പറമ്പായിൽ റസീനോട് ആത്മഹത്യയിൽ സദാചാര പോലീസിംഗ് നടന്നിട്ടില്ലെന്ന് യുവതിയുടെ കുടുംബം. പോലീസ് അറസ്റ്റ് ചെയ്തവർ നിരപരാധികളെന്ന് യുവതിയുടെ മാതാവ് പറഞ്ഞു. ആൺസുഹൃത്ത് കാരണമാണ് റസീന ആത്മഹത്യ ചെയ്തതെന്നും പോലീസ് അറസ്റ്റ് ചെയ്തവരെല്ലാം യുവതിയുടെ ബന്ധുക്കളെന്നുമാണ് മാതാവ് പറഞ്ഞത്. അറസ്റ്റ് ചെയ്ത കുട്ടികൾ വളരെ ചേച്ചിയുടെ മക്കളാണ്. അവര് നല്ലതിനു വേണ്ടി ചെയ്തത്. അപ്പം ഇവര് പല കുടുക്കിയിരിക്കുക. അവരവിടെ തടഞ്ഞു നിർത്തി അപമാനിച്ചു. അവരെ ആ മനോവിഷമത്തിലാണ് മകള് ആത്മഹത്യ എന്നൊക്കെയാണ് പുറത്തു വിവരങ്ങൾ. ആൾക്കാർക്ക് പലതും പറയാലോ, നല്ല സത്യം. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? കേരളം പോട്ടെ, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ചിന്തിച്ചു വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ തരിച്ചുപോയി. കണ്ണൂർ കായലോട് 40 വയസ്സുകാരിയായിട്ടുള്ള യുവതി മരണപ്പെട്ട വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മളിപ്പോൾ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലൂടെയൊക്കെ കേൾക്കാൻ വേണ്ടി സാധിച്ചല്ലേ. ഇപ്പൊ പ്രത്യേകിച്ച് കണ്ണൂർ നാട്ടിലായതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ പേരും എന്നെ വിളിച്ചും ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എൻ്റെ നാട്ടിലല്ല സംഭവം, കുറച്ച് അപ്പുറമാണ് ഇത് നടന്നേക്കുന്നത്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറുപ്പക്കാരനായ കാമുകനുമായി 40-കാരിയായ ഈ സ്ത്രീ കറക്കുന്നു തുടങ്ങിയിട്ട് മാസങ്ങളായി. അപ്പോഴേക്കും അവരുടെ സ്വർണവും പണവും ഉൾപ്പെടെ അവന്റെ കയ്യിലായിരുന്നു. അതറിഞ്ഞ കുടുംബക്കാർ തന്നെയാണ് പ്രദേശത്തെ യുവാക്കളെ കാര്യം അറിയിച്ചത്. അവരുടെ പ്രവാസിയെ ഭർത്താവ് ഇതറിഞ്ഞു. ഇനി കൂടെ തുടരാനാവില്ല എന്നും പറഞ്ഞു. അപ്പൊ ഞാൻ അറിഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലെ തന്നെയാണ്. അതിലാകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പ്രദേശവാസികളെ അറിയിച്ചു എന്നതിന് പകരം ഇപ്പൊ ചോദ്യം ചെയ്തേക്കുന്നത് ബന്ധു ആണെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അപ്പൊ നമ്മളൊക്കെ ഇത് കേൾക്കണ്ടല്ലോ, ഇതുപോലുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ ബന്ധുവായിട്ടുള്ള ആൾക്കാരൊക്കെ ഇടപെടും, ചോദിക്കും. പ്രത്യേകിച്ച് സഹോദരിയുടെ ഉമ്മയുടെ സഹോദരിയുടെ ഒക്കെ മകനാന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായും ചോദ്യം ചെയ്യും. സഹോദരി തന്നെയല്ലേ, ചോദ്യം ചെയ്യാതിരിക്കില്ല. പക്ഷെ പെട്ടെന്ന് പോയിട്ട് അതിന്റെ പേരിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ഒരാളും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. നമ്മൾ പൊതുവെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ വിവാഹേതര ബന്ധങ്ങളുണ്ടല്ലോ, അതൊരിക്കലും നല്ലതിനാവില്ല. ഇതൊക്കെ കലാശിക്കുന്നത് വളരെയധികം പ്രശ്നത്തിലായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ആദ്യം ഇല്ലാതാകുന്നത് നമ്മുടെ കുടുംബജീവൻ തന്നെയാണ്. പ്രത്യേകിച്ച് റസീനയുടെ ഭർത്താവ് വളരെ നല്ല മനുഷ്യനാണെന്നാണ് പറയുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പൊ റസീൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ആരും വിചാരിക്കുന്നില്ല. ആ 3 മക്കൾക്ക് ഉമ്മയെ നഷ്ടമായി. അപ്പൊ മരണപ്പെടുന്ന ടൈമില് ഈ ഉമ്മ മക്കളെ കുറിച്ചും ചിന്തിച്ചിട്ടില്ല. സ്വന്തം ഭർത്താവിനെ മറന്നിട്ട് ഏതൊരാണിന്റെ പിന്നാലെ പോകുന്ന ആളുകൾക്കും ഇതുപോലെ തന്നെ ഇടങ്ങേറ് തന്നെയാണ് പിന്നീട് വരിക. അതിന് എത്രയൊക്കെ വെള്ളപൂശാൻ വേണ്ടി ശ്രമിച്ചിട്ടും കാര്യമില്ല. ഇതൊക്കെ ഒരു പാഠമായിട്ട് ഉൾക്കൊണ്ടിട്ട് മനസ്സിലാക്കണം. നമുക്ക് കിട്ടിയ നല്ലൊരു ബന്ധം അത് നമ്മൾ ഒരിക്കലും നശിപ്പിക്കാൻ വേണ്ടി പാടില്ല. 40 പവനൊക്കെ കൊടുത്തിട്ടാണ് മകളെ കല്യാണം കഴിപ്പിച്ചത്. ഇപ്പോൾ അതൊന്നും ഇല്ല. അത് പോരാതെ അവൾ കടക്കണില്ലെന്നൊക്കെ അവരുടെ ഉമ്മ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ എന്താണ് മനസ്സിലാക്കി എടുക്കേണ്ടത്? അത്രക്കും നല്ല ബന്ധമായിരുന്നോ ഇവർ തമ്മിൽ? ഏതെങ്കിലും ഒരു ടൈമിൽ കണ്ടിട്ട് സംസാരിച്ചേക്കുന്നതാണോ? അല്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ഇങ്ങനെയൊരു കാര്യം കാണുമ്പോൾ കുടുംബക്കാർ ചോദ്യം ചെയ്തു. പക്ഷെ അതിൽ കയറിയിട്ട് യുവതി അങ്ങ് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യുമ്പോൾ ഇവരുടെ പേരും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെയാണ് പൊതുവെ വരിക. അവരുടെ ജീവിതം ഇപ്പൊ തകരാൻ വേണ്ടി കാരണമായിട്ടുള്ളത് ഇവരാണ്, ചോദ്യം ചെയ്ത ആൾക്കാരാണെന്നുള്ളത് ഈ യുവതിയും വിചാരിക്കുമെങ്കിൽ ഞാൻ മരിക്കല്ലെന്ന്, എന്നാ പിന്നെ അവരെ ഞാൻ കുടുക്കിയേക്കാന്നുള്ളത് തോന്നും. അത് ഏതൊരാൾക്കും തോന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുക. വീട്ടുകാർ ഇപ്പോഴേ അറിഞ്ഞെന്നുള്ളത് ആ ഉമ്മ പറയുന്നുണ്ട്. നമുക്ക് ആരെയും കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ ഒരു മോളുടെ സ്വഭാവം പെട്ടെന്ന് മാറുന്ന ടൈമിൽ നമുക്കിത് എന്താണ് ഇവർക്ക് സംഭവിച്ചേക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കില്ല. ചോദ്യം ചോദിച്ചതിന് ആരെങ്കിലും ഉത്തരം പറയോ? ഇല്ല, പറയത്തില്ല. അപ്പൊ അതുകൊണ്ട് വീട്ടുകാർ നേർക്ക് നോക്കിയില്ല അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഇപ്പൊ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇടപെടാതിരിക്കില്ല. പക്ഷെ അടിയും കാര്യങ്ങളും എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഒരു വ്യക്തിയെ ഒരിക്കലും അടിക്കാൻ വേണ്ടി പാടില്ല. അടിച്ചിട്ടില്ല എന്നാണ് എനിക്കൊക്കെ അറിയാൻ വേണ്ടി സാധിച്ചത്. ഇനി അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു തെറ്റ് തന്നെയാണ്. നിയമം ഒരിക്കലും ഒരാൾക്കും കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അവകാശമില്ല. അത് ചെയ്യാൻ വേണ്ടി പാടില്ല. അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തെളിവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരും ദിവസങ്ങളിൽ അത് പുറത്തു വരും. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് എന്താണ് അന്ന് സംഭവിച്ചേക്കുന്നതെന്നുള്ളത്. ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ എന്തിൻ്റെ പേരിൽ ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതാണ് ചിന്തിച്ചു പോകുന്നത്. അങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ പലതരം രാഷ്ട്രീയക്കാരുണ്ടാവും. അവരെന്തെങ്കിലും ഒരു പ്രശ്നം കുടുംബക്കാർക്ക് നേരെ വന്നു കഴിഞ്ഞാൽ ഇടപെടുകയും ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി ആരെങ്കിലും ഒരാൾ റോഡരികിൽ വെച്ചിട്ട് എന്ത് തോന്നിവാസം ചെയ്താലും കുടുംബത്തിലുള്ള ഒരാൾക്കും ചോദിക്കാൻ തോന്നില്ല. കാരണം ഇപ്പം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ വളരെയധികം തോന്നിവാസം കൂടുതൽ തന്നെയാണ്.
നമ്മളൊക്കെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന ടൈമിൽ കണ്ടിട്ടുണ്ട്, മോശമായിട്ടുള്ള അവസ്ഥയിൽ പെമ്പിളരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറേ ഭാഗം ആൾക്കാർ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. ചോദിക്കാണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർ പറയും നിങ്ങൾക്ക് എന്താ അതിൻ്റെ ഗഡ്സിലായിട്ടല്ലേ. ഗഡ്സിലായിട്ടല്ല, ഇതാണ് അവസ്ഥ. വാദി പ്രതിയാവും, സദാചാര ഗുണ്ടായിസാവും. അത് പിന്നീട് എന്ത് ചെയ്യും, കേസും പൊല്ലാപ്പും പുകിലും ഒക്കെ ആവും. അങ്ങനെ ചോദിച്ചിട്ട് ആ പെൺകുട്ടി ഇതുപോലെ ആത്മഹത്യ ചെയ്യുന്നത് തീർന്ന്, ജന്മം തീർന്ന്. ഇപ്പോൾ ഈ 3 ആളുകൾ, ഞാൻ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. ഈ ഒരു കേസിൽ കറക്റ്റായിട്ടുള്ള ഒരു നീതി നടപ്പിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് മനസ്സിലാക്കിയിട്ട് നീതി നടപ്പിലാക്കണം. നമ്മളെ നിയമം കറക്റ്റായിട്ട് നടപ്പിലാവണം. അല്ലാതിരുന്നു കഴിഞ്ഞാൽ ഇതിനപ്പുറം വലിയ തോന്നിവാസം നടക്കും. ഇനി ഇവർ സദാചാര ഗുണ്ടായുസമായിട്ട് അവരെ അടിച്ചിട്ടുണ്ടെങ്കിൽ, മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ, ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് അവർ ഇരയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്ക് തീർച്ചയായും ശിക്ഷ കിട്ടണം. അല്ലാതിരുന്നു കഴിഞ്ഞാലും സ്വന്തം കുടുംബത്തിൽ നടന്നേക്കുന്ന, സ്വന്തം പെങ്ങൾക്ക് നടന്നേക്കുന്ന ഒരു കാര്യത്തിൽ ഇടപെട്ടതിൻ്റെ പേരിലും കേസും പുകിലും പുക്കാറും ഒക്കെ ആയിട്ട് നാണക്കേടും മാനക്കേടും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സംഭവിച്ചേക്കുന്ന ഈ മാനനഷ്ടത്തിന് ആര് സമാധാനം പറയും? ഈ ഒരു കാര്യം കൊണ്ട് ഇന്നത്തെ തലമുറയിലെ ആളുകൾ പലരും മോശമായിട്ടുള്ള പല പ്രവൃത്തിയിലേക്ക് നമ്മുടെ കൺമുന്നിൽ വെച്ച് പോകുന്നത് നിസ്സാരമായിട്ട് നമുക്ക് നോക്കി നിൽക്കേണ്ടിയേ വരുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ തലമുറയൊക്കെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അവിഹിത ബന്ധങ്ങളും അവിഹിത സന്തതികളും ഒക്കെ പെരുകുന്ന കാലമാണ്. ഇപ്പം തന്നെ ഒരു വാർത്ത അറിഞ്ഞു, അവിഹിത ബന്ധത്തിൽ പ്രസവിച്ചേക്കുന്ന കുട്ടിയെ കൊന്നത്, അമ്മ കൊന്നത്. അത്തരത്തിലുള്ള വാർത്തകളൊന്നും ഇനിയും നമ്മുടെ സമൂഹത്തിൽ കേൾക്കാൻ ഇടയാവാതിരിക്കട്ടെ. അങ്ങനെ കേൾക്കുമ്പോൾ അത് സ്വന്തം കുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊള്ളും. അങ്ങനെ ഒരിക്കലും ആർക്കും പറ്റാതിരിക്കട്ടെ. ഒരു അവിഹിത ബന്ധവും നല്ല നിലക്ക് പോയിട്ടുള്ള കലാശിച്ചിട്ടുള്ള ചരിത്രമില്ല. സ്വന്തം കുടുംബത്തെ മറന്നിട്ട് ആരായിക്കഴിഞ്ഞാലും മറ്റു ബന്ധങ്ങളിലേക്ക് ഏർപ്പെടാതിരിക്കുക. അങ്ങനെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒന്നിക്ക് നിക്കക്കള്ളി ഇല്ലാത്ത അവസരത്തിൽ നമുക്ക് മരണപ്പെടേണ്ടി വരും. ഇപ്പം ഈ ഉമ്മ പറയുന്ന കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. കാരണം കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന മക്കളുണ്ട്, 40 പവൻ കൊടുത്തിട്ടുണ്ട്, ഭർത്താവ് നല്ല രീതിക്ക് പോറ്റുന്നുണ്ട്, ഒന്നിനും ഒരു കുറവുമില്ല. പക്ഷെ എന്നിട്ടും 3 വർഷമായി ഇങ്ങനെ ഒരു പയ്യനുമായിട്ട് ചുറ്റിക്കളി എന്നൊക്കെ പറയുമ്പോൾ അവർ മാനക്കേട് ഭയന്നിട്ട് അനങ്ങാതിരിക്കുന്നതാവും. ഇപ്പം എന്തായി, മൊത്തത്തിൽ എല്ലാവരും നാറി, ആ കുടുംബം അങ്ങ് നാറി. അതുപോലെ ഇവരുടെ ഭർത്താവ്, മക്കള്, ഇനി ഈ 3 പേര്. ഇപ്പം ഇത് കംപ്ലീറ്റ് കേരളം ഒട്ടാകെ ഇപ്പം അറിഞ്ഞു ഈ ഒരു സംഭവം. തല ഉയർത്തി നടക്കാനാവാത്ത വ്യക്തി തന്നെയാണ് ഇത് സംഭവിച്ചേക്കുന്നത്. പല ആളുകളും മറ്റുള്ളവരുമായിട്ട് അവിഹിത ബന്ധം പുലർത്തിയിട്ട് ലാസ്റ്റ് എല്ലാം നശിച്ച് നാറാണക്കൽ എടുക്കുന്ന ടൈമിൽ വല്ല കായലിലോ കുളത്തിലോ ഒക്കെ ജീവൻ ഒടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുള്ള ആൾക്കാർ ചില ആളുകളെങ്കിലും പറയും, ഒരു ആത്മകഥം പോലെയെങ്കിലും പറയും, ആദ്യമേ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരുത്താമായിരുന്നു എന്നുള്ളത്. ഇപ്പം അങ്ങനെ കണ്ടിട്ട് തിരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുള്ളത്. എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും ഇതുപോലുള്ള കേസിൽ ഇനി ആരും ഇടപെടുമെന്ന് തോന്നുന്നില്ല. കാരണം ഇടപെട്ടവൻ പിന്നീട് വയ്യാവേലി അനുഭവിക്കേണ്ടി വരും. ഊര കുടുക്കിലായി പോകും വിചാരിച്ചിട്ട് അനങ്ങാതിരിക്കും. ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് വരരുതേ എന്നാണ് ആഗ്രഹം. കാരണം മറ്റുള്ളവർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ആൾക്കൂട്ട മർദ്ദനവും വിചാരണയൊന്നല്ല, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ കുടുംബക്കാർ തന്നെ ഒത്തുതീർപ്പാക്കുക, അല്ലെങ്കിൽ പോലീസിനെ വിളിച്ചിട്ട് ഈ കാര്യം തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ശ്രമിക്കുക. ഒരു ഒറ്റ കേസിന്റെ പേരിൽ ഒരുപാട് കുടുംബങ്ങളാണ് ഇപ്പം ചിന്നിച്ചിതറിയ പോലെ ആയിട്ടുള്ളത്. വളരെയധികം ദുഃഖം തോന്നുന്നു. ആർക്കും ഒരിക്കലും സ്വന്തം കുടുംബം മറന്നിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തോന്നലൊന്നും ഇല്ലാതിരിക്കട്ടെ, അത് ആണിനായാലും പെണ്ണിനായാലും.